അത് കണ്ടാലേ അറിയുകയുള്ളൂ. എന്തൊരു മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ കഅബയെ ആദ്യം കാണുമ്പോൾ ഒരു അബ്ദ് അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് കൊടുക്കാൻ തയ്യാറാണ്. ആ ഭവനം എൻ്റെ അബ്ദ്, ഒരു മനുഷ്യൻ കാണുന്ന സമയത്ത് എന്ത് ചോദിക്കുന്നു അത് കൊടുക്കുന്ന എത്രമാത്രമുള്ള ഒരു കാര്യമാണിത്. ആ ഭവനത്തിൻ്റെ ശ്രേഷ്ഠത എന്താണപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ നാടോ, ആ നാട് ഈ ഭൂലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലമാണ്. ആ നാടിൽ മസ്ജിദുൽ ഹറമും അതിൻ്റെ ചുറ്റുഭാഗവും, ആ സ്ഥലത്ത് വെച്ച് ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിൻ്റെ പ്രതിഫലമാണ്. ഒരാൾ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമാണ്. അത്രയും പവിത്രമാണ് ആ നാട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാന ആമീന. ആ നാടിൽ പ്രവേശിച്ചാൽ അവൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർക്ക് മാത്രമല്ല, അവിടെ ജീവിക്കുന്ന ജന്തുജീവികൾക്ക് മുഴുവനും ആശ്വാസമാണ്. എന്തിനേറെ മരങ്ങൾക്കും അതുപോലുള്ള സസ്യങ്ങൾക്ക് പോലും വിശോധി, അവിടുത്തെ ഇലകൾ പൊളിക്കാൻ പാടില്ല. അത്രയും പവിത്രമാണ് ആ സ്ഥലം. റബ്ബ് തആല നമുക്കെല്ലാം അവിടെ പോയി ആ കാര്യങ്ങളെല്ലാം, അവിടുത്തെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പലരും വീണ്ടും ആഗ്രഹിക്കുന്നവരാണ്. ബക്ക എന്ന് അല്ലെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ബക്ക എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ആകർഷിപ്പിക്കുന്നതെന്നാണ്. എത്ര പ്രാവശ്യം പോയാലും പിന്നെയും പിന്നെയും അവിടെ പോകാൻ ആഗ്രഹിക്കും. ആ കഅബയോളം ഉയരാൻ ആരുമില്ല. ബക്ക എന്നതിന് വേറൊരു മായന പിരടി പിടിച്ചു താത്തുന്നതാണ്. സാക്ഷാൽ സൽമാൻ രാജാവാണ് ഹജ്ജിന് വരുന്നത്, അല്ലെങ്കിൽ ഉംറയ്ക്ക് വരുന്നതാണെങ്കിലും എൻ്റെയും ആ സൽമാൻ രാജാവിൻ്റെയും വേഷം ഒന്നാണ് എല്ലാവർക്കും. അതാണ് പിരടിയെ പിടിച്ച് താത്തുന്നത്. ആരും ഇതിനേക്കാളും വലുതാവാനില്ല. ഓക്കെ അല്ലേ? പിന്നെ ഇത് സൽമാൻ രാജാവാണ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രത്തിൻ്റെ വലിയ നേതാവാണെന്ന് അറിയുന്നത് കൂടെ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ചോദിക്കും ആരെന്ന്. അപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളും അവരും ഒരുപോലെ അവിടെ ആരും ഒന്നല്ല. അങ്ങനെയുള്ള പ്രദേശമാണ്. പിന്നെ മദീനയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകാവസാനം വരെ കാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശമാണ് മദീന. എന്താണ് മദീന അല്ലേ? മദീന റസൂലുള്ളാഹി തങ്ങളെയും സ്വഹാബികളെയും സ്വീകരിച്ച നാട്. ആ സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പറഞ്ഞാൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അൻസാർ വഗ്ഫിർ ലി അബ്നാഇൽ അൻസാർ വഗ്ഫിർ ലി അബ്നാഇ അബ്നാഇൽ അൻസാർ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, എന്നെ സഹായിച്ച ആ അൻസാരികൾക്ക്, ആ മദീനക്കാർക്ക് നീ പുറത്തു കൊടുക്കുക. അല്ല, അവരുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കല്ല. തീർത്തില്ല, അവരുടെ മക്കളുടെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നതാണ്, ബുഖാരിയുള്ള ഹദീസാണ്. നോക്ക്, അതാണ് മദീന. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്ത സ്ഥലമാണ് മദീന. അത് ശാന്തമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കൺകുളിർക്കെ കാണാനും അവിടുത്തെ ഫളീലത്ത് എന്താണോ അതനുസരിച്ച് അവിടുന്ന് ഇബാദത്ത് ചെയ്യാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. മദീനയെക്കുറിച്ച് പ്രത്യേകിച്ച് 5-6 വർഷം അല്ല 7 വർഷത്തോളം ആ മദീനയിൽ ജീവിച്ച ആളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മദീനയെക്കുറിച്ച് നല്ലവണ്ണം പറഞ്ഞു തരും. അതുപോലെ നമ്മുടെ മൗലവി ഗ്രൂപ്പ് അൽഹംദുലില്ലാഹ് അല്ലാഹു തആലാൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല നിലയിൽ
ഉംറ സർവീസും അതുപോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മവും അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് യാത്ര പോയവർക്കെല്ലാം വളരെ റാഹത്താണ്. അതും മൗലവി ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് സുന്നത്തായി പറഞ്ഞ ഒരു സ്ഥലമാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, അതെല്ലാം നമുക്ക് കാണുന്നതും അതറിയുന്നതുമൊക്കെ അവിടെ കസാര ഇടണല്ലോ. പുറത്ത് ആരുണ്ട്? നമ്മുടെ ഈമാൻ അത് ഉയരാനുള്ള ഒരു അവസരമാണ് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുക. എന്തിനാണ്? അജായിബുകൾ, അല്ലാഹുവിൻ്റെ അജായിബുകൾ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ മുൻഗാമികളെല്ലാം ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ നിഷേധിച്ചവരെ ഞാൻ എങ്ങനെ നശിപ്പിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സന്ദർശിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മൗലവികൾ നല്ല നിലയിൽ പരിശുദ്ധ ഉംറ എന്തൊക്കെ ജനങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ആ വിധത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഉംറ സർവീസ് മൗലവി ഗ്രൂപ്പ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഹജ്ജും എല്ലാത്തിനേക്കാളും ഉപരിയായി കൊണ്ട് വളരെ നല്ല നിലയിൽ, ചിലപ്പോൾ മറ്റേ ഗ്രൂപ്പിനേക്കാളെല്ലാം അല്പം കൂടിയിരിക്കും പൈസ, എന്നാലും വളരെ ഹൈറായ മിനയിലും മറ്റും നല്ല നിലയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് ആഗ്രഹം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബൈത്തുൽ മുഖദ്ദസ് യാത്രയും അതിൽ സൂചിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഹജ്ജിനെ കുറിച്ചും പരിശുദ്ധ സിയാറത്തിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ലായി ഉസ്താദ് ഇവിടെ ക്ലാസ് എടുത്ത് തരും. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ സദസ്സിൽ കഴിഞ്ഞ ബൈത്തുൽ മുഖദ്ദസ് യാത്രയുടെ ഒരു ചെറു വിവരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തക പ്രകാശനം ഇവിടെയുണ്ട്. അതിൻ്റെ MD ആയ ബഹുമാനപ്പെട്ട കർമുല്ലാ ഹാജി അവറുകൾ പ്രകാശനം ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിനും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും, അല്പം ആരോഗ്യക്കുറവുണ്ട്, അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ സ്ഥാപനത്തിനും അല്ലാഹു തആല ബർക്കത്തും റഹ്മത്തും ചെയ്തു കൊടുക്കുമാറാവട്ടെ. റബ്ബ് തആല ഈ നമ്മുടെ ഈ വരവും നമ്മുടെ പോക്കും ഇരുത്തവുമെല്ലാം നാളെ കൺകുളിർക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ക്ലാസ് എടുക്കുന്ന ലാഹി ഉസ്താദ് അവറുകളെയും അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും സ്വാഗതം അറിയിക്കൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.